നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുരങ്ങുകളുടെ അതെന്താ വെച്ചാൽ കുരങ്ങുകൾ നമ്മുടെ കൃഷി നശിപ്പിക്കുന്നു. കുരങ്ങുകൾ ഞങ്ങളുടെ കവുങ്ങിൽ കയറി അടക്ക പറിക്കുന്നു. കുരങ്ങുകൾ ഞങ്ങളുടെ വാഴപ്പഴം എടുത്ത് തിന്നുന്നു. അതുകൊണ്ട് പലരും അങ്ങും ഇങ്ങനായിട്ട് വെടി പൊട്ടിക്കുന്നു. എൻ്റെ അച്ഛൻ വിഷുവിന് വാങ്ങിച്ച പടക്കം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വെച്ചാൽ കുഴല് അച്ഛാ ഇപ്പൊ ഒരു പറങ്കള് വടി എടുത്തു. കവുങ്ങിന്റെ മീത്ത ആറാടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുരങ്ങന്മാർ. പറങ്കള് വടിയില്ല അച്ഛാ. മാത്രം ഇപ്പൊ പൊട്ടിച്ചൂടല്ലോ, ഞാൻ ഇല്ലോണ്ട്. ഞങ്ങക്ക് സൗണ്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നു. അച്ഛൻ്റെ പിറകെ പോകുന്നു. അച്ഛൻ എന്ത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഉരുണ്ടുന്നത് കൊണ്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാനെല്ലാം. ഇപ്പുറത്ത് തളിക്കുക. കുരങ്ങുകൾക്ക് വരെ വെടിവെട്ടിക്കുന്നതല്ല കേട്ടോ. ആരീതാ നോക്കണച്ചാ, ഉരുണ്ടിന് വീണെങ്കിലേ. നാടെ നിറച്ചും കുരങ്ങ്. ഒരു കവുങ്ങുന്ന് മറ്റേ കവുങ്ങിലേക്ക് അടക്ക വയ്ക്കാൻ ആള് വേണ്ട, കുരങ്ങന്നെ മതി. ശരിക്കും മറ്റേ ഒരു പൈപ്പ് വെടി ഉണ്ട്, മാത്രം നമുക്കത് സെറ്റാവാത്തത് കൊണ്ടും പൊട്ടിക്കാൻ ആളില്ലാത്തത് കൊണ്ടും പൊട്ടിക്കാൻ അറിയാത്തത് കൊണ്ടും അച്ഛനൊരു കുഴലും അടുപ്പിൽ തീ ഊതുന്ന കുഴൽ കൊടുത്തിട്ട് അതിനുള്ള വെടിയും വെച്ചിട്ടാ നീ അതാ ചെമ്പരത്തിന്റെ ഇടയിൽ വെക്ക്. നിങ്ങളൊക്കെ ഒരു വിശ്വാസം പോരാ. എന്നിട്ട് നിങ്ങൾ പായുവോ? അച്ഛ നോക്കണോ അച്ഛാ? അച്ഛ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ മറ്റേ ഞാൻ കാര്യം പറയട്ടാ, കടലാസിൽ വെച്ചിട്ട് പൊട്ടിക്കേ. നമുക്ക് മാറി നിൽക്കുന്നതായിട്ട് പൊട്ടുന്നില്ല ഗൈസ്, പൊട്ടുന്നില്ല അച്ഛാ. എവിടുന്ന് ഉള്ളുന്നാ? ഓക്കെ, അത് ഇത്ര തമ്മിലില്ല. ഓ പാഞ്ഞ ഇത് എന്താണെന്ന് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങി വന്ന അനിയൻ കുരങ്ങിന് വെടി പൊട്ടിച്ചേറാ. വെടി പറങ്കളടി സൗണ്ട് പോയൊന്നാ. കാരണം സൗണ്ട് ഒരു സമയം ഇതില്ലേപ്പാ, പൊട്ടുന്നതിനൊരു സമയം ഇല്ലേ. അതൊക്കെ ഇപ്പൊ അങ്ങനെ പൊട്ടിച്ചൂടല്ലോ അച്ഛാ. അല്ല വ്ളോഗ്. സൂര്യ ആണ് എൻ്റെ ഒരേ ഒരു അനിയൻ ഇരുട്ടത്ത് കുത്തിരിക്കുന്നത്. സൂര്യ